പോലീസ് സംഘടനകളുടെ പുനഃസംഘടനാ ഉത്തരവിനെതിരെ ഹർജി. പോലീസ് അസോസിയേഷൻ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചു. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ പോലീസുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നത്, ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ രണ്ട് സംഘടനകൾ കോടതിയിൽ എത്തുന്നത് ഈ സംഘടനകളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്ത് രീതിയിലുള്ള ഉത്തരവിനെതിരെയാണ്? കേരള പോലീസിൽ 3 സംഘടനകൾ ഉണ്ടായിരുന്നു. ആ 3 സംഘടനകളെ രണ്ടാക്കി സംസ്ഥാന സർക്കാർ ചുരുക്കി. ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിരുന്നു. ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിലവിൽ കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ മാത്രമാണുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇല്ലാതാകും. ഇതിനെതിരെയാണ് അല്ലെങ്കിൽ ഈ സംഘടന ഇല്ലാതാക്കിയ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിനെതിരെയാണ് രണ്ട് അസോസിയേഷനുകളും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഇവരുടെ ഹർജി അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കും. നിലവിൽ ഈ പുതിയതായി രൂപീകരിക്കപ്പെട്ട അല്ലെങ്കിൽ പുനഃസംഘടിപ്പിച്ച 2 സംഘടനകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഒരു അഡ്ഹോക് കമ്മിറ്റിയെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പോലീസ് മേധാവി നിയമിക്കും എന്നുള്ളതാണ് അറിയുന്നത്. സെപ്റ്റംബർ 30-നകം യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കണം എന്നതാണ് നിർദ്ദേശം. അപ്പോൾ ഈ ഒരു നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതിയെ സമീപിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ് റദ്ദാക്കണം, അതായത് 3 സംഘടനകളെ രണ്ടാക്കി ചുരുക്കിയ ഉത്തരവ് റദ്ദാക്കണം എന്നുള്ളതാണ്. നേരത്തെ ഓഫീസേഴ്സ് അസോസിയേഷനിൽ ASI, ഗ്രേഡ് ASI എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവരെ 2 രീതിയിൽ മാറ്റിയിരിക്കുകയാണ്. അതായത് CPO മുതൽ SI വരെയുള്ളവരെ, ഗ്രേഡ് SI വരെയുള്ളവരെ കേരള പോലീസ് അസോസിയേഷനിലും സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷനിൽ SI, CI മുതൽ മുകളിലേക്കുള്ള റാങ്കുള്ള ഉദ്യോഗസ്ഥരെ സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷനിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിലപാടെടുക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കും. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. 3 സംഘടനകൾ എന്നതിനെ 2 സംഘടനകളാക്കി സർക്കാരിന്റെ ഉത്തരവ്, അതിനെതിരെയാണ് 2 സംഘടനകളും ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.